ഒരു നാടിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കേണ്ടത് ആ നാട്ടുകാരൊന്നായി തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ്. നാട്ടുകാർ ഏൽപ്പിച്ച ദൗത്യത്തെ നെഞ്ചോട് ചേർക്കുന്ന അപൂർവം ജനപ്രതിനിധികളുണ്ട്. അത്തരത്തിൽ നാടിന്റെ നന്മക്കായി ക്രിയാത്മകമായ പദ്ധതികൾ നടപ്പിലാക്കി ശ്രദ്ധ നേടുകയാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് മെമ്പർ VM അൻവർ സാദിഖ്. സേവാഗ്രാം ഗ്രാമകേന്ദ്രം എന്ന പേരിൽ വാർഡ് മെമ്പറുടെ ഓഫീസ് സജ്ജീകരിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അൻവർ സാദിഖ് നാട്ടുകാർക്കൊപ്പം പ്രവർത്തന ഗോതയിൽ സജീവമാണ്. പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ സാധാരണ നിർവഹിക്കേണ്ട ചുമതലകൾക്കപ്പുറം സ്വന്തമായി വിവിധ പദ്ധതികളും അൻവർ സാദിഖ് ജനക്ഷേമത്തിനായി ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിനുള്ള ചെലവുകളും അദ്ദേഹം തന്നെയാണ് വഹിക്കുന്നത് എന്നത് അൻവർ സാദിഖിനെ വ്യത്യസ്തമാക്കുന്നു. വാർഡ് പരിധിയിലെ 18 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് സൗജന്യമായി ഡ്രൈവിംഗ് പഠിക്കാൻ അവസരം നൽകി അവർക്ക് ലൈസൻസ് എടുത്തു കൊടുക്കുന്ന ശ്രദ്ധേയമായ പദ്ധതിയാണ് അൻവർ സാദിഖ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. പദ്ധതി ആസൂത്രണം ചെയ്ത അൻവർ സാദിഖ് ഈ മഹത്തായ ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. 5-ാം വാർഡിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് ഉള്ളത്. ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാർഡിൽ എല്ലാ സ്ത്രീകൾക്കും ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ നമ്മുടെ വാർഡുകളിൽ നിന്നും പഞ്ചായത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും നമ്മളെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാകുന്നത് ഒരുപാട് ആളുകൾ ഇതിന് തയ്യാറാണ്, ഇവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അവരോടെല്ലാം പറഞ്ഞത് 45ഓളം ആളുകൾ നമ്മുടെ വാർഡിൽ 5-ാം വാർഡിൽ നിന്നും വന്നിട്ടുണ്ട് രജിസ്ട്രേഷനുമായി. എന്നാൽ ഇന്നലെയും ഇന്നുമായി മറ്റുള്ള വാർഡുകളിൽ നിന്നു തന്നെ 10-75ഓളം ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരികയും അവർക്കും താല്പര്യമുണ്ട്, അവരെയും സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറയുകയുണ്ടായി, 5-ാം വാർഡിൽ സമ്പൂർണ്ണമായി എല്ലാ വനിതകൾക്കും ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തു കൊടുത്തതിന് ശേഷം ഓരോ വാർഡുകളിലായി തിരിച്ച് അവരെയും പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് 5-ാം വാർഡും കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള വാർഡുകളിലുള്ള വനിതകളെയും പരിഗണിക്കും എന്ന് നമ്മൾ ഉറപ്പ് നൽകുകയാണ്. ഇനിയും ഇതുപോലുള്ള പദ്ധതികൾ, വിവിധ പദ്ധതികൾ വയോജനങ്ങൾക്കായി, അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ ഒരുപാട് സ്ത്രീകൾ ഒറ്റപ്പെട്ട് കഴിയുന്ന വീട്ടിൽ അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടം നമുക്ക് വനിതകൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 2 വീലർ ലൈസൻസ് എടുത്തു കൊടുത്ത് അതിനുശേഷം നമ്മൾ 4 വീലർ ലൈസൻസും ആലോചിക്കുന്നതാണ്. ഘട്ടം ഘട്ടമായി 2 വർഷത്തിനകം നമ്മുടെ വാർഡിൽ സമ്പൂർണ്ണമായി താല്പര്യമുള്ള എല്ലാ വനിതകൾക്കും ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തു കൊടുക്കുന്നതാണ്. ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ നിരവധി സ്ത്രീകളാണ് പദ്ധതിയുടെ ഭാഗമാവാൻ താല്പര്യമറിയിച്ച് രംഗത്ത് വന്നത്. ഇത് കൈയടിക്കേണ്ട പദ്ധതിയാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ അൻവർ സാദിഖ് സാറിന്റെ ഈ ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് ഏറെ എന്താ പറയുക, വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ആദ്യം തന്നെ സാറോട് നന്ദി പറയുന്നു. പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് നന്നായി വിനിയോഗിക്കും. മെമ്പർ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും വീട്ടിൽ സാഹചര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് മെമ്പറിന് ഇതിന്. സ്ത്രീകൾക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ലൈസൻസ് എടുക്കുക, അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്ക് അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അത് അവർക്ക് സാധിക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കും 5-ാം വാർഡിൽ എല്ലാവർക്കും ലൈസൻസ് എടുക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമുക്ക് അൻവർ സാദിഖ് സാറ് നമുക്കത് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ 5-ാം വാർഡിലെ എല്ലാ സ്ത്രീകൾക്കും ലൈസൻസ് എടുക്കുക എന്നൊരു പദ്ധതി ആവിഷ്കരിച്ച നമ്മുടെ മെമ്പറായ അൻവർ സാദിഖ് സാറിന് നമ്മുടെ എല്ലാവരുടെയും വക എല്ലാവർക്കും അഭിനന്ദനവും നേരുന്നു. ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിലേക്ക് രജിസ്റ്റർ ചെയ്തവർ ഡ്രൈവിംഗ് പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അടുത്ത ഘട്ടമായി കൂടുതൽ പേർക്ക് അവസരം നൽകും. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മികച്ച പദ്ധതികൾ നടപ്പിലാക്കിയ അൻവർ സാദിഖ് എന്നും ജനപക്ഷത്ത് തന്നെ ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ ഓരോ വാക്കും ഹൃദയത്തിൽ നിന്നുള്ളതാണെന്ന് ഈ ജനപ്രതിനിധി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു.